മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത ശേഷം ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ മസാല സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയും മസാലയും കൂടി നന്നായി മിക്സായി വരുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, അതല്ല ബീഫ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ഇപ്പം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായി ഒന്ന് മാറിയ ശേഷം നമുക്ക് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയ ശേഷം അധികം തിന്നല്ലാതെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ചുറ്റിനും അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. സൈഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡും കൂടി ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഈ സൈഡ് കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നതിനായി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദ മാവിലേക്ക് അല്പം വെള്ളമൊഴിച്ച് നല്ല ലൂസായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഈ മൈദ മാവിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കൂടി കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കൊണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് 2 സൈഡും തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.